മലേഷ്യൻ രാജാവിൻ്റെ വസതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാജാവ് അറിയപ്പെടുന്നത് യാങ് ഡി പെർച്വാങ് അഗോങ് എന്നാണ്. മലേഷ്യയുടെ ഭരണഘടനാപരമായ രാജാവും രാഷ്ട്രത്തലവനുമാണ് അദ്ദേഹം. 1957 മലേഷ്യ സ്വാതന്ത്ര്യം നേടിയപ്പോഴാണ് ഈ ഓഫീസ് സ്ഥാപിതമായത്. മലായ് സംസ്ഥാനങ്ങളിലെ 9 ഭരണാധികാരികൾ ഉൾപ്പെടുന്ന കോൺഫറൻസ് ഓഫ് റൂളേഴ്സ് ആണ് യാങ് ഡി പെർച്വാൻ അഗോങ്ങിനെ തിരഞ്ഞെടുക്കുന്നത്. മലേഷ്യയെ ലോകത്തിലെ ചുരുക്കം ചില രാജവാഴ്ചകളുള്ള രാജ്യമായി കണക്കാക്കുന്നു. ജോഹോറിലെ ഇബ്രാഹിം ഇസ്കന്ദറാണ് 17ാമത്തതും നിലവിലുള്ളതുമായ യാങ് ഡി പെർച്വാൻ അഗോങ്. 2023 ഒക്ടോബർ 26 റൂളേഴ്സ് കോൺഫറൻസിൻ്റെ പ്രത്യേക യോഗത്തിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് 2024 ജനുവരി 31 ഇസ്താന നെഗാരയിൽ വെച്ചാണ്. രാജ്ഞി അറിയപ്പെടുന്നത് രാജ പെർ മൈസൂരി അഗോങ് എന്ന പേരിലാണ്. നിലവിൽ രാജ സരിത് സോഫിയാണ് രാജ്ഞി. മലേഷ്യയുടെ ഫെഡറൽ ഭരണഘടനയും അതിന് അനുസൃതമായി നിർമ്മിച്ച പാർലമെൻറ്റിൻ്റെ നിയമങ്ങളും രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ വ്യാപ്തി നിർവചിക്കുന്നു. ഭരണത്തിൻ്റെ യഥാർത്ഥ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ഫെഡറൽ ക്യാബിനറ്റാണ് നിർവഹിക്കുന്നത്. പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അധോസഭയായ ദിവാൻ രാഖ്യാത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വിശ്വാസമാർജിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ ഈ രാജാവാണ് നിയമിക്കുക. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരം രാജാവിൽ നിക്ഷിപ്തമാണ്. വളരെ മനോഹരമായ കൊട്ടാരം പുറത്തുനിന്ന് കാണാൻ മാത്രമേ അധികാരമുള്ളൂ. അകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലാത്തതിനാൽ ഗേറ്റിന് മുന്നിൽ നിന്ന് കാഴ്ചകളൊക്കെ ഞങ്ങൾ ഒപ്പിയെടുത്തു. ഇസ്ലാമിക് വാസ്തുവിദ്യ രീതിയിൽ പടുത്തുയർത്തിയ മനോഹരമായ കൊട്ടാരം.